ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. എന്താണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വരുന്ന സന്തോഷങ്ങൾ? ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. കാർഡ്സ് എടുത്തിട്ട് റീഡ് ചെയ്യാവേ. ടെൻ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് പെന്റക്കിൾസ്, ടു ഓഫ് വാൻഡ്സ്, ഏസ് ഓഫ് പെന്റക്കിൾസ്, ചാരിയറ്റ്, നൈറ്റ് ഓഫ് സോർഡ്സ്, ഹൈ പ്രീസ്റ്റസ്, കിങ് ഓഫ് സോർഡ്സ്, എയ്റ്റ് ഓഫ് വാൻഡ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് 7 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? ഇവിടെ നിങ്ങളിലേക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്ക്, അതായത് നിങ്ങളിപ്പോൾ എന്താണ് വിവാഹാലോചനകൾ നോക്കിയിരിക്കുവാണോ, അതുമല്ല ഒരു ജോലിക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണോ, ഇവിടെ ധാരാളമായിട്ട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. പല വിധത്തിലുള്ള അവസരങ്ങളാണ്, ഓപ്പർച്യൂണിറ്റീസ് ഇത് നിങ്ങളിലേക്ക് വരുന്നുണ്ട്. കാരണം ഏതെങ്കിലും തരത്തിലുള്ള വിവാഹാലോചനകൾ നിങ്ങൾക്ക് നേരത്തെ തന്നെ വന്ന് മുടങ്ങിപ്പോയിരിക്കാം. അപ്പൊ അതൊക്കെ അന്ന് ഒരുപാട് ആലോചനകൾ വന്നിരുന്നു, നിങ്ങൾ അതിനെല്ലാം തഴഞ്ഞു. പക്ഷെ ഈ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഈ സമയത്ത്, കാരണം ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കർമ്മയൊക്കെ ഫേസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതെല്ലാം റിലീസാവുന്നു. അത് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സമയം വരുന്നുണ്ട്, ദൈവികമായ അനുഗ്രഹം വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു സമയത്താണ് നിങ്ങളിലേക്ക് അവസരങ്ങൾ ധാരാളമായിട്ട് വരുന്നത്. അതുവരെ ഒരു ജോലിയും വന്നിട്ടില്ല, ഒരു പ്രപ്പോസലുകളും വന്നിരുന്നില്ല. പക്ഷെ ഈ ഒരു സമയത്ത് നിങ്ങളിലേക്ക് ഇത്തരത്തിലുള്ള അവസരങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ ബുദ്ധിപൂർവ്വം ഇത് സെലക്ട് ചെയ്താൽ മതിയാകും എന്നാണ് ഇവിടെ പറയുന്നത്. ഇത് തൊട്ട് താഴെ 8 ഓഫ് കപ്സ് ആണ്. കണ്ടില്ലേ? ഇങ്ങനെയുള്ള അവസരങ്ങൾ വരുന്നു. പുതിയൊരു ജോലി വരുന്നു. പുതിയൊരു ജോലി വരുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? പഴയ ചില കാര്യങ്ങളൊക്കെ അങ്ങ് ഉപേക്ഷിക്കും. കാരണം പുതിയ ജോലിയിലേക്ക് നിങ്ങൾക്ക് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും പഴയ ചില എനർജീസിനെ കളഞ്ഞെങ്കിൽ മാത്രമേ പറ്റൂ. അതുപോലെ പുതിയ ചില പ്രപ്പോസലുകൾ വന്നു, പുതിയൊരു വിവാഹത്തിലേക്ക് നിങ്ങൾക്ക് പോകേണ്ടി വന്നു. അപ്പോഴെന്താണ്, പഴയ ചില കാര്യങ്ങളെ ഇവിടെ വിട്ടുകളയേണ്ടതായിട്ട് വരുന്നുണ്ട്. നേരത്തെ തന്നെ ബന്ധമുള്ള ആരുടെയെങ്കിലും ഒക്കെ കാര്യമുണ്ട്, ചിലപ്പോൾ അത് ടോക്സിക് ആയിട്ടുള്ള ബന്ധങ്ങളായിരുന്നെങ്കിൽ അതിനെ ഇവിടെ നിങ്ങൾക്ക് ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് വേണ്ടാത്തതിനെ നിങ്ങൾ ഇവിടെ ഉപേക്ഷിച്ചിട്ട് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ നല്ലൊരു സക്സസ് ഉണ്ടാവും. കാരണം ആവശ്യമില്ലാത്തതിനെ,
വേണ്ടതിനെ സെലക്ട് ചെയ്ത് മുന്നോട്ട് പോയി ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിക്കുമ്പോൾ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല ഒരു സക്സസിലേക്ക് പോകാൻ സാധിക്കുമെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കിവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ക്യൂൻ ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്തിനോ വേണ്ടി ഇവിടെ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു ആഗ്രഹം ചിലപ്പോൾ സ്നേഹത്തിന് വേണ്ടിയാവാം. മനസ്സിലായോ? ഇവിടെ ഒരു റാണിയുടെ എനർജിയാണ്. ഈ റാണിയുടെ എനർജി എന്ന് പറയുമ്പോൾ കുറച്ച് ഹൈ എനർജിയാണ്. അപ്പൊ ഇവിടെ മെച്ചൂർഡായ ഒരു വ്യക്തിയുടെ എനർജി. അപ്പം മെച്ചൂർഡായ വ്യക്തി എന്ന് പറയുമ്പോൾ എന്താണ്, കുറച്ച് സ്ഥിരതയുണ്ട് അവിടെ. അല്ല ചാഞ്ചല്യം അല്ല, മനസ്സിന് സ്ഥിരതയുണ്ട്. ചിലർക്കാണെങ്കിൽ മനസ്സിന് സ്ഥിരതയില്ലാത്ത ചില അഭിപ്രായങ്ങൾ ഉണ്ടാവുക. എനർജിയിൽ എപ്പോഴും ഇങ്ങനെ വേരിയേഷൻ വന്നുകൊണ്ടിരിക്കും അല്ലെ. ഇവിടെ അങ്ങനെയല്ല. ഈ ഒരു എനർജിയിൽ തീർച്ചയായിട്ടും ഇത് ഏതോ ഒരു വ്യക്തിക്ക് വേണ്ടിയാവണം, അല്ല എങ്കിൽ ഏതോ ഒരു സാഹചര്യത്തിന് വേണ്ടിയാവണം. ധാരാളമായിട്ടും ഇവിടെ എന്താണ് വന്നു ചേരേണ്ടത് അതിനായിട്ട് ഇവിടെ പരിശ്രമിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതിനുവേണ്ടി മാത്രം ഇവിടെ പരിശ്രമിക്കുന്നു. കാരണം ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഒന്ന് ബാലൻസ് ചെയ്തുകൊണ്ട് ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിനായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് 10 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ജീവിതത്തിൽ ഒരുപാട് ഭാരം ചുമന്ന് തളർന്നിരിക്കുകയാണ്. റെസ്പോൺസിബിലിറ്റീസ് ഒരുപാട്, കുടുംബത്തിലെ മുഴുവനും റെസ്പോൺസിബിലിറ്റീസ്. ഇവിടെ എന്താണ്, കുട്ടിയെ പോലും ഇവിടെ കയ്യിൽ ഒരു തൊട്ടിൽ വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഈ കുഞ്ഞിന്റെ ഭാരമുണ്ട്, അടുത്ത വീട്ടിലെ മറ്റ് വളർത്തു മൃഗങ്ങളുടെ ഭാരമുണ്ട്, ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങളിലും ശ്രദ്ധ ഇവിടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ആ ഭാരം ചുമക്കുന്നത് ഒറ്റയ്ക്കാണ്. അങ്ങനെ ഒറ്റയ്ക്ക് ഭാരം ചുമക്കുമ്പോൾ തീർച്ചയായിട്ടും മനസ്സുകൊണ്ട് വിചാരിക്കുന്നുണ്ട് ഇത് എനിക്കിവിടെ മതിയാക്കണം എന്ന്. അപ്പൊ കുഞ്ഞുങ്ങളെ നോക്കണം, സ്വന്തമായിട്ട് തന്നെ കുഞ്ഞുങ്ങളെ നോക്കുന്ന ജോലി, മറ്റ് പല കാര്യങ്ങളെ വീട്ടിൽ വളർത്തു മൃഗങ്ങളുടെ കാര്യങ്ങൾ നോക്കണം, അതുപോലെ തന്നെ വീട്ടിലെ മറ്റ് അടുക്കള കാര്യങ്ങളെല്ലാം നോക്കണം, സാമ്പത്തിക കാര്യങ്ങൾ കൂടി നോക്കണം. ഇവിടെ ബാഗ് ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ സാമ്പത്തിക കാര്യങ്ങളെല്ലാം കൂടി നോക്കണം. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും തോള് ഒന്ന് പ്രശ്നത്തിലാവും. അപ്പോൾ അതാണ് പറയുന്നത്. അതിവിടെ ഒന്ന് തീർക്കണമെന്ന് ആഗ്രഹിച്ചു നിൽക്കുന്ന എനർജിയാണ്. അങ്ങനെ തീർക്കണമെന്ന് ആഗ്രഹിച്ച് നിന്നുകൊണ്ട് മറ്റു ചില കാര്യങ്ങളിലേക്ക് ഇവിടെ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. മറ്റു ചില കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കൊടുക്കുമ്പോൾ ഇവിടെ തീർച്ചയായിട്ടും എന്തോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത് ലഭിക്കുന്ന എനർജിയാണ് പേജ് ഓഫ് പെന്റക്കിൾസ്. അപ്പൊ നിങ്ങൾക്കായാലും ഇതുവരെ നിങ്ങൾ എന്തോ ചില വലിയ ഉത്തരവാദിത്വത്തിലൊക്കെ ഏർപ്പെട്ടിരിക്കുകയായിരുന്നിരിക്കണം. അതിൽ നിന്നുമൊക്കെ ഒന്ന് രക്ഷപ്പെടണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്ന് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും. സാമ്പത്തികപരമായ ബാധ്യതകൾ നിങ്ങളെ ഒരുപാട് അലട്ടിയിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് പുതിയ ജോബ് ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. പുതിയ ജോബ് ലഭിക്കുന്ന എനർജി നമ്മുടെ ഈയിടെ എല്ലാം നമുക്ക് പേജ് ഓഫ് പെന്റക്കിൾസ് വരുന്നുണ്ട്, ഏസ് ഓഫ് പെന്റക്കിൾസും വരുന്നുണ്ട് അല്ലെ. സാമ്പത്തികത്തിന്റെ എനർജി ധാരാളമായിട്ടും വരുന്ന ഒരു റീഡിംഗ് ആണ് നമ്മളുടെ മിക്കവാറും ഇപ്പോഴുള്ളത്. എന്നെ കുറ്റം പറയല്ലേ, ഞാൻ നിങ്ങളുടെ മുൻപിൽ വെച്ച് തന്നെയാണ് കാർഡ്സ് എടുക്കുന്നത്. അപ്പോൾ ഇവിടെ പേജ് ഓഫ് പെന്റക്കിൾസ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒക്കെ ജോലി ലഭിക്കുന്ന എനർജി, നിങ്ങൾ ജോബ് നോക്കിയിരിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടല്ലേ, ഇവിടെ പഠിക്കുന്നുണ്ട്, പഠിച്ചിട്ട് ജോബ് നോക്കുന്നു, അതിനുള്ള ഭാഗ്യം വരുന്നു എന്നും കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗ്യത്തിലൂടെ നിങ്ങൾക്ക് ഇവിടെ മുന്നോട്ട് പോകാൻ കഴിയുന്നു. ഇവിടെ പച്ചപ്പാണ്, കണ്ടില്ലേ. പച്ചപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്, പ്രതീക്ഷയുടേതായ ആ ഒരു സാഹചര്യമാണ്, പ്രതീക്ഷയുടെ സമയം, പ്രതീക്ഷ സഫലമാകുന്ന ഒരു സമയം വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ പംകിനാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 2 ഓഫ് വാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവിടെ എന്തോ ഉള്ളം കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഇതാണ് എനിക്ക് വേണ്ടത്, മനസ്സിലായി, ഇതാണ് എനിക്ക് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് വരാനുള്ള കാര്യത്തെ ദൂരേക്ക് നോക്കി നിൽക്കുകയാണ്. ഞാൻ ഈ ആഗ്രഹിക്കുന്ന കാര്യം 2 വാൻസ് ഉണ്ട് ഇവിടെ. അതായത് വാൻസ് എന്ന് പറയുമ്പോൾ വാൻസ് ഓഫ് ഫയർ സൈൻ അല്ലേ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ അമിതമായ ആവേശത്തോടു കൂടി ഇവിടെ കാത്തു നിൽക്കുകയാണ്. ഒന്നിനെ ഉപേക്ഷിച്ചു ഒന്നിനെ മാത്രം കയ്യിൽ ഇങ്ങനെ ഒതുക്കിക്കൊണ്ട്. അപ്പോൾ ഒരേ ഒരു കാര്യം ഇവിടെ സാധിച്ചു കിട്ടാനുണ്ട്. അതിനുവേണ്ടി വളരെയധികം ആവേശത്തോടു കൂടിയാണ് ഇവിടെ വെയിറ്റ് ചെയ്യുന്നത് എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് ഏസ് ഓഫ് പെന്റക്കിൾസ് ആണ്. ഏസ് ഓഫ് പെന്റക്കിൾസ് എന്ന് പറയുമ്പോൾ സാമ്പത്തികത്തിന്റെ എനർജി, എപ്പോഴും നമുക്ക് വരുന്ന എനർജിയാണ് സാമ്പത്തികത്തിന്റെ എനർജി, കണ്ടില്ലേ. അപ്പൊ നിങ്ങളിൽ പലർക്കും ഉണ്ട് സാമ്പത്തികത്തിന്റെ എനർജി, നിങ്ങളിൽ പലർക്കും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള കാർഡ്സ് ഒക്കെ വരുന്നത്. നിങ്ങളുടേതായ എനർജിയാണ്, നിങ്ങൾ എല്ലാവരെയും മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ഒരു റീഡിങ് നമ്മൾ എടുക്കുന്നത്. കാരണം എൻ്റെ വ്യൂവേഴ്സിന് അവരുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി കൊടുക്കണേ യൂണിവേഴ്സ് എന്നുള്ള പ്രാർത്ഥനയോടുകൂടി തന്നെയാണ്
ഇവിടെ കാർഡ്സ് എടുക്കുന്നത്. അപ്പോഴങ്ങനെ നോക്കി നിൽക്കുന്നവർക്ക് പല കാര്യങ്ങളും പലർക്കും സാധ്യമാകും. അപ്പോൾ പലരുടെയും എനർജി കൂടുതലായിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അതാണ് ഏസ് ഓഫ് പെന്റക്കിൾസ്. സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് അതിനായിട്ടുള്ള ഒരു പുതിയ തുടക്കം വരുന്നുണ്ട്. സമ്പത്തിൻ്റെതായ ഒരു സ്രോതസ് തന്നെ ഇവിടെ നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. പല വരുമാന മാർഗങ്ങൾ നമ്മളിവിടെ ഇവിടെ തന്നെ നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് തന്നെ എന്താ, 7 ഓഫ് കപ്സ് അല്ലേ. അപ്പൊ പല വിധത്തിലുള്ള അവസരങ്ങളാണ് നിങ്ങളിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇത് സാമ്പത്തികത്തിനുള്ള പലവിധ അവസരങ്ങളും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതിൻ്റെതായ ഒരു തുടക്കം വരുന്നത് ചിലപ്പോൾ പുതിയ ജോബ് ലഭിക്കാനുള്ള അവസരമായിരിക്കാം. എന്താണോ നിങ്ങളെ കാത്തിരിക്കുന്നത്, എന്തോ ഒരു വലിയ ഭാഗ്യം നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവിടെ അടുത്തതായിട്ട് ചാരിയട്ടാണ് വന്നിരിക്കുന്നത്. ചാരിയട്ട് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളുടെ ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ആ ഒരു കുതിപ്പാണ് നിങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. മനസ്സിലായോ? നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട്, ഞാൻ ഇന്ന ലക്ഷ്യത്തിന് വേണ്ടി പ്രയത്നിക്കുന്നത്, എനിക്ക് അതിന്റെ എൻഡിലെത്തണം, എനിക്കത് നേടിയെടുക്കാൻ സാധിക്കണം, ഞാൻ എന്ത് വിചാരിക്കുന്നു എനിക്കത് നേടിയെടുക്കാൻ സാധിക്കണം, അല്ലെങ്കിൽ എനിക്കത് നേടിയെടുക്കണം എന്നുള്ള അമിതമായ ആവേശത്തോടുകൂടി നിങ്ങൾ മുന്നോട്ടിറങ്ങുന്നു. അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ടിറങ്ങുമ്പോൾ നിങ്ങൾക്ക് വിൽ പവർ വർദ്ധിച്ചു വരുന്നുണ്ട്. പവർഫുൾ ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വെറും പ്രാർത്ഥനകൾ കൊണ്ട് മാത്രം നിങ്ങളിവിടെ എന്താണ് മൈൻഡിനെ സ്ട്രോങ് ആക്കുന്ന ചില വ്യക്തികളുടെ എനർജിയാണിത്. അല്ലാതെ നിരന്തരം നിങ്ങൾ പ്രയത്നിച്ച് കൊണ്ടുവരുന്ന ഒന്നുമല്ല. പക്ഷെ എന്നിരുന്നാൽ കൂടെ നിങ്ങളിലേക്ക് ധാരാളമായിട്ട് ദൈവാനുഗ്രഹവും വരുന്നുണ്ട്. അതുകൊണ്ട് ശിവഭക്തരാവാം, കൃഷ്ണഭക്തരാവാം, അങ്ങനെ നിങ്ങൾ ദൈവികമായ ഭക്തിയുള്ള ആൾക്കാരാണെന്ന് ഇവിടെ കാണുന്നുണ്ട്. ഇത് നിങ്ങളൊരു ലക്ഷ്യസ്ഥാനത്തേക്കാണ് പോകുന്നത്, ഇത് നിങ്ങൾക്ക് സാധ്യമാകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഏത് കാര്യത്തിനായാലും നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇപ്പോൾ ചിലപ്പോൾ ഒരു യാത്ര പുറപ്പെടാൻ പോകുന്നുണ്ടായിരിക്കണം, അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും നിങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കായിരിക്കും ഒരു യാത്ര പോകുന്നുണ്ട്. അത് നിങ്ങൾക്ക് സഫലമാകും. ആ യാത്രയിൽ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് സാധ്യമാകും. അവിടെ നിങ്ങൾക്കൊരു പോസിറ്റീവ് എനർജി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇനി ഒന്നുമില്ലെങ്കിൽ കൂടി നിങ്ങളുടെ വിൽ പവർ വർദ്ധിച്ചു വരുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് പവർഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ചിലരൊക്കെ വാഹനം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവാം, ലൈസൻസ് എടുക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ടാവാം, അതിനായിട്ട് പഠിക്കുന്നവരും ഉണ്ടാവാം. അങ്ങനെയൊക്കെ ഉള്ളവരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരെങ്കിലുമൊക്കെ പുതിയ വാഹനം ചിലപ്പോൾ ഇന്ന് വാങ്ങിക്കണമെന്ന് മനസ്സിൽ ആഗ്രഹിച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് നമുക്ക് വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് സോഡിന്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങളിൽ നിന്ന് ഒരു ദൂരദേശത്തു നിന്നും ആരോ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ വാർത്ത കൊണ്ടുവരാനുള്ള എനർജിയാണ്. ചിലപ്പോഴൊരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കാൾ, ഇത് നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നൈറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു പടയാളി. ആ പടയാളിയുടെ ധൈര്യമല്ല എങ്കിൽ ആ ധീരത ഒക്കെ എന്താണ് വളരെ ഫാസ്റ്റായിട്ടാണ് വരുന്നത് അല്ലേ. പ്രത്യേകിച്ചും യാത്രയിലാണെങ്കിലോ അത് വളരെ ഫാസ്റ്റായിട്ട് നിങ്ങളിലേക്ക് എന്തോ ഫാസ്റ്റായിട്ട് വരുന്നുണ്ട്. ആരിലെങ്കിലും ഒരു മെസ്സേജോ ആർക്കെങ്കിലും ഒരു കോളോ എന്തെങ്കിലും കിട്ടാനുള്ള സാധ്യത ചിലപ്പോൾ ഒരു ജോലി കാര്യത്തിന് വേണ്ടി ആയിരിക്കണം. നിങ്ങൾ ആഗ്രഹിച്ച ജോബ് കാര്യത്തിന് ചിലപ്പോൾ അതിൻ്റെതായ പേപ്പർ വർക്ക് നടക്കുന്നുണ്ടെന്നുള്ള ആ ഒരു ന്യൂസ് തരാനാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും വിസയാണോ പാസ്പോർട്ടാണോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളവർക്ക് അതിന് തക്കതായൊരു മെസ്സേജ് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഹൈ പ്രീസ്റ്റസ് എനർജിയാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന സമയമാണ്, നിങ്ങൾ അതിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉൾക്കാഴ്ച വർദ്ധിക്കുന്നു, ഇൻസൈറ്റ് വർദ്ധിക്കുന്ന സമയം, ഇൻഡ്യൂഷൻ വർദ്ധിക്കുകയാണ്. ഇൻഡ്യൂഷൻ വർദ്ധിക്കുക എന്ന് പറയുമ്പോൾ എന്താണ്, നിങ്ങൾ ദൈവവുമായിട്ട് കണക്റ്റ് ആയി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണ് നിങ്ങൾക്ക് മറ്റൊരു നല്ല മാറ്റത്തിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നത്. ഇവിടെ കണ്ടില്ലേ, റെസ്പോൺസിബിലിറ്റീസ്, ഇത്രയും ചുമതലാബോധം അല്ലെങ്കിൽ ഇത്രയും ഒരുപാട് ഉത്തരവാദിത്ത ബോധമുള്ള ഒരു വ്യക്തി ആയിരിക്കാം നിങ്ങൾ. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ പറ്റിയിട്ടുണ്ടാവില്ല പലപ്പോഴും. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളിൽ ബുദ്ധിമുട്ടി കഴിഞ്ഞിരുന്ന ചില ആൾക്കാർക്ക് ഈ ഒരു ഇൻസൈറ്റ് വർദ്ധിക്കുന്നതോടുകൂടി, ഡിവൈൻ കണക്റ്റ് ആവുന്നതോടുകൂടി, ഡിവൈൻ എനർജിയുമായി നിങ്ങൾ കണക്റ്റ് ആവുന്നതോടുകൂടി നിങ്ങളുടെ ജീവിതം തന്നെ മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങളുടെ ജീവിതം ഇപ്പോൾ നല്ലൊരു ട്രാൻസ്ഫോർമേഷനിലൂടെ മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. അവിടെ ഒരു പരിവർത്തനം നടക്കുന്നു, നല്ലൊരു പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. മനസ്സിലായോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ മുന്നോട്ട് പോകണം, എങ്ങനെ വേണ്ടാത്തതിനെ ഒഴിവാക്കണം,
അതൊക്കെയാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. നല്ല കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. വളരെയധികം പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാൻ തുടങ്ങിയിരിക്കുന്നു. പഴയതുപോലെ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. മുൻപൊക്കെ ആണെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പൈസ ചോദിച്ചാൽ കൊടുക്കും, അല്ലെങ്കിൽ സ്നേഹത്തിന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കൂടുതലായിട്ട് സ്നേഹം നടിക്കും. നടിക്കുകയല്ല, സ്നേഹം കാണിക്കും, സ്നേഹം ഉണ്ടാകും അവരോട്. അല്ലെങ്കിൽ ദയ ഉണ്ടാകും, ഒരുപാട് ദയ തോന്നി, ഒരുപാട് കഷ്ടം തോന്നി നിങ്ങൾ വലിയ വലിയ സഹായങ്ങൾക്ക് മുതിരും. ഇതൊക്കെ നിങ്ങൾക്ക് പിന്നെ വിനയായി വന്നിട്ടുണ്ടായിരിക്കണം. പക്ഷെ അവിടെ ഇനി ഒരു സമയത്ത് നിങ്ങൾ ഇതിലൊന്നും ഉൾപ്പെടുന്നില്ല. നിങ്ങൾക്കിവിടെ നല്ലപോലെ തിരിച്ചറിവ് ലഭിക്കാനുള്ള സമയമായിരിക്കുന്നു. ഈ ഒരു തിരിച്ചറിവ് നിങ്ങളെ ജീവിതത്തിൽ വലിയ ഒരു വിജയത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് മുന്നോട്ട്. കാരണം കിങ് ഓഫ് സോർഡ്സ് കണ്ടില്ലേ, പല കാര്യങ്ങൾക്കും നിങ്ങൾക്കിവിടെ ക്ലാരിറ്റി ലഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച പല കാര്യങ്ങൾക്കും, ജീവിതത്തിൽ വന്നു ചേർന്ന പല കാര്യങ്ങൾക്കും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ ക്ലാരിറ്റി നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ എന്താണ്, നിങ്ങളെ അനുസരിക്കാൻ മറ്റ് ചില ആൾക്കാർ കൂടെ ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വാക്കിനും പ്രവർത്തിക്കും ഒക്കെ വിലയുണ്ടാവുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഇതിൽ നിന്നും അറിഞ്ഞുകൊണ്ട് സംസാരിക്കാൻ പഠിച്ചു. സംസാരിക്കാനും പ്രവർത്തിക്കാനും ഒക്കെ നിങ്ങൾ പഠിച്ചു വന്നത് ഇപ്പോഴാണ്. ആരെ സഹായിക്കണം, ആരെ സഹായിക്കണ്ട, ആരുടെ വാക്ക് കേൾക്കണം, ആരുടെ വാക്ക് കേൾക്കണ്ട, എങ്ങനെ മുന്നോട്ട് പോകണം, എന്ത് തീരുമാനം ചില കാര്യങ്ങളിൽ എടുക്കണം, ഇതൊക്കെ നിങ്ങൾക്ക് ഇപ്പോഴറിയാം. മനസ്സിലായോ? ഇതുവരെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടായിരുന്നു. അതാണ് ഇവിടെ വലിയൊരു പരിവർത്തനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വന്നു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് വരാൻ സാധിക്കുന്നത് കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇവിടെ പെട്ടെന്ന് തന്നെ സാധ്യമാകുന്ന 8 ഓഫ് വാൻസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, വളരെയധികം ആവേശത്തോടുകൂടി വളരെയധികം കോൺഫിഡന്റ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എന്താണോ നിങ്ങൾ വിചാരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും കാര്യത്തിന് നിങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സാധിച്ചു കിട്ടുന്നതാകും. ഒരു തടസ്സവുമില്ല, ഇവിടെ ക്ലിയർ ആണ് കാര്യങ്ങൾ, ഇവിടെ ക്ലിയർ ആണ്, ഒരു തടസ്സവുമില്ല ഇവിടെ കാര്യങ്ങൾക്ക്. മനസ്സിലായോ? അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ കയ്യിൽ എത്തപ്പെടും. കരിയറിലുള്ള പ്രൊമോഷൻ ആവാം, മനസ്സിലായോ? കരിയറിൽ അങ്ങനെ ഏതെങ്കിലും കാര്യത്തിലുള്ള സാമ്പത്തികമായ ഒരു വർധനവ് വരാം, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് പോകാൻ സാധിക്കും. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഒരു റീയൂണിയൻ സംഭവിക്കാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ്. സംശയമില്ലാതെ നിങ്ങൾക്കത് സാധ്യമായി കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. സക്സസ് കണ്ടോ? ഗിൽറ്റ്, ബിയോണ്ട് ഇല്യൂഷൻ, ഇവിടെ നമ്മളിവിടെ 3 കാർഡ്സാണ് എടുത്തിരിക്കുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് അബണ്ടൻസ് ആണ്. നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസ് വന്നിട്ടുണ്ട്, അതുപോലെ നിങ്ങൾക്ക് ഫസ്റ്റ് വന്നിരിക്കുന്നത് സക്സസ് ആണ്. കണ്ടില്ലേ, ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ, നല്ലൊരു പരിവർത്തനത്തിലൂടെ നിങ്ങൾ മുന്നോട്ട് വരികയാണ് ഇവിടെ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ അബണ്ടൻസ് വരുന്നത്, സമൃദ്ധി, എല്ലാ കാര്യത്തിലും സമൃദ്ധി വരികയാണ്. കണ്ടില്ലേ, ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു സമൃദ്ധി വരാൻ പോകുന്നു. സ്ലോയിങ് ഡൗൺ, പക്ഷെ പതിയെ പോകൂ. എല്ലാം നിങ്ങൾക്ക് ലഭിക്കും, പക്ഷെ ഒരു ക്ഷമ ഉണ്ടാവണം. അത്യാവശ്യമായിട്ടും ഒരു ക്ഷമയോടുകൂടി മുന്നോട്ട് പോകാൻ ശ്രമിക്കൂ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ധൃതി പിടിച്ച് ഒന്നിനും നിങ്ങൾ പുറപ്പെടാൻ പാടില്ല എന്ന് കാണുന്നുണ്ട്. ആ ധൃതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അവിടെ ഒരു അനുഗ്രഹത്തിനുള്ള വകയില്ല. അപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി ഇരിക്കും. നിങ്ങൾക്ക് സക്സസ് ലഭിക്കുന്നു എന്ന് പറയുമ്പോഴെന്താണ്, എന്താണ് സക്സസ് ഇങ്ങോട്ട് വരാത്തത്, പറയുന്നല്ലോ കുറച്ച് നാളുകൾ കൊണ്ട്, അത് എന്താണ് ഇങ്ങോട്ട് വരാത്തത് എന്നൊന്നും ചോദിച്ചിട്ട് യാതൊരു പ്രയോജനവും, യാതൊരു ഫലവുമില്ല. കാര്യം നിങ്ങൾക്കിവിടെ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തു എങ്കിൽ മാത്രമേ പല കാര്യങ്ങളും സാധ്യമാവുകയുള്ളൂ. എല്ലാം നിങ്ങൾക്ക് സാധ്യമാകും,
എല്ലാം എല്ലാവർക്കും സാധ്യമാകും. പക്ഷെ അതിന് നിങ്ങളുടെ പ്രവൃത്തി കൂടി നന്നായിരിക്കണം. അതാണ് പറയുന്നത്. മനസ്സിലായി? നിങ്ങളുടെ മുജ്ജന്മത്തെ പ്രവൃത്തിയും ഈ ജന്മത്തെ പ്രവൃത്തിയും കുറച്ച് നല്ലതാക്കി കൊണ്ടുവരിക വേണം. അത് അത്യാവശ്യമാണ്. ഇവിടെ കണ്ടില്ലേ, സക്സസ് ആണ്. പല കാര്യങ്ങളിലും സക്സസ് അനുഭവിക്കാൻ സാധിക്കുന്നു നിങ്ങൾക്ക് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഏതൊരു കാര്യത്തിലാണ്, മെറ്റീരിയലൈസ്ഡ് ആയാലും സ്പിരിച്വലി ആയാലും ഏത് കാര്യങ്ങളിലായാലും നിങ്ങൾക്ക് ഇവിടെ മറ്റുള്ളവർ ഒന്ന് നോക്കുന്ന ഒരു എനർജി ഉണ്ടാകും. നിങ്ങൾക്കൊരു തലയെടുപ്പോടു കൂടി നിൽക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കാൻ സാധിക്കും. 10 പേർ നിൽക്കുന്നിടത്ത് നിങ്ങൾക്കായിരിക്കും ഒരു തലയെടുപ്പ്. കാരണം ആൾക്കാർ നിങ്ങളെ ആയിരിക്കും ശ്രദ്ധിക്കുന്നത്. കാരണം ഒരു കുറച്ച് പോസിറ്റീവ് എനർജി വഹിക്കുന്നത് നിങ്ങളായിരിക്കും ചിലപ്പോൾ. മനസ്സിലായി? ഇവിടെ ഗിൽറ്റാണ് വന്നിരിക്കുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും മുന്നോട്ട് വരുമ്പോൾ, ഒരു സക്സസിലേക്ക് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങൾ ചിലപ്പോൾ പാസ്റ്റിലെ ചില കാര്യങ്ങൾ ഓർക്കും. അപ്പോൾ നിങ്ങൾക്കൊരു കുറ്റബോധം തോന്നാം, അയ്യോ ഞാനത് അങ്ങനെ ചെയ്തത് ശരിയായില്ലല്ലോ എന്ന്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിലും മനുഷ്യരായ വ്യക്തികൾക്ക് മാത്രം ഉണ്ടാകുന്ന ഒരു സ്വഭാവമാണിത്. അങ്ങനെ ഒരു തോട്ട്സ് ഉണ്ടാകുന്നത്, ഞാൻ ചെയ്തത് പറഞ്ഞത്, ഞാൻ ഒരാളിനോട് പറഞ്ഞത് തെറ്റായി പോയി, അങ്ങനെയൊക്കെ മനസ്സിൽ തോന്നാം. അല്ലെങ്കിൽ തൻ്റെ പാർട്ട്ണറോട് കുറച്ച് ഉറക്കെ സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ സ്വയം വിചാരിക്കുകയാണ്, അയ്യോ ഞാൻ അങ്ങനെ പറയണ്ടായിരുന്നു, ഉറക്കെ സംസാരിക്കണ്ടായിരുന്നു, അതായാലും മതി. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഒരു കുറ്റബോധം തോന്നുക. കുറ്റബോധം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങളുടെ ഉള്ളിൽ അവബോധം വർദ്ധിച്ചിരിക്കുന്നു. നിങ്ങൾ കോൺഷ്യസ്നെസ്സിലാണ്, അവബോധത്തിലാണ്. ഇപ്പോൾ ഇതുവരെ നിങ്ങൾ മൂഢസ്വർഗത്തിലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ ബോധത്തിലാണ് സംസാരിക്കുന്നത്, റിയാലിറ്റിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ലക്ഷണമാണ് ഇവിടെ ഈ ഒരു ഗിൽറ്റ് എന്ന് പറയുന്നത്. ഇവിടെ ബിയോണ്ട് ഇല്യൂഷൻ. ഇല്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? എപ്പോഴും ഒരു മായയിൽ കുടുങ്ങിയിരിക്കുകയാണ് അല്ലെ. ഇനി അതിനും അപ്പുറത്തോട്ട് എന്താണ്? ഇൻഡ്യൂഷൻ വർദ്ധിച്ചു വരുന്നുണ്ട്. ഇവിടെ അതാണ് കാണുന്നത്, നിങ്ങൾ യാഥാർത്ഥ്യത്തിലേക്ക് പോകുന്നു. ഇതുവരെ മായയിൽ കുടുങ്ങി ജീവിക്കുകയാണ് ചെയ്തിരുന്നത്. പല കാര്യങ്ങളും കണ്ട് അപ്പാടെ വിശ്വസിക്കുക, ഈ കാണുന്നതൊക്കെയാണ് ലോകം. പക്ഷെ ഈ കാണുന്നതല്ല ലോകം. ഇതിനപ്പുറത്തും കുറെ കാഴ്ചകളുണ്ട്, ഇതിനപ്പുറത്തും ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇത്രയൊക്കെ ഉള്ളു നമ്മളുടെ റീഡിങ്. ഇന്നത്തെ ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമന്റ് ചെയ്ത് ഹൈപ്പ് ചെയ്യാൻ ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു റീഡിങ്ങിലേക്ക് കാണുന്നത് വരെ ബൈ.